അവധിക്കാലം ആരംഭിച്ചതോടെ വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം. ഇതര സംസ്ഥാനത്തു നിന്നും വിദേശത്തു നിന്നും നിരവധി പേരാണ് അതിസാഹസികത തേടി ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എത്തുന്നത്. മാസങ്ങൾക്ക് മുൻപ് സംസ്ഥാന സർക്കാർ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി തുടങ്ങിയ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സന്ദർശകരുടെ പ്രവാഹം. ഇതര സംസ്ഥാനത്തു നിന്നും വിദേശത്തു നിന്നുപോലും സന്ദർശകരുടെ തിരക്കാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്. കാണാനായിട്ട് ഒരുപാട് പേരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ദിനംപ്രതി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് പോലും ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ ഈ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഈ കാഴ്ച കാണാനായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. അത് അനുഭവിക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പിന്നെ ഇതര സംസ്ഥാനക്കാരായിട്ടുള്ളവരൊക്കെ തന്നെ വളരെ ആസ്വദിച്ചുകൊണ്ടാണ്. ഒരു ദിവസം 2000-ഓളം സന്ദർശകരാണ് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനെത്തുന്നത്. സന്ദർശകരുടെ തിരക്ക് കാരണം പലർക്കും ബ്രിഡ്ജ് കയറാനാകാതെ പോകുന്നവരും നിരവധിയാണ്. ഗ്ലാസ് ബ്രിഡ്ജിനു പുറമെ സൈക്കിൾ റൈഡ് ഉൾപ്പെടെ നിരവധി സാഹസിക വിനോദവും വാഗമണിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ക്യാൻലിലിവർ ഗ്ലാസ് ബ്രിഡ്ജാണ് വാഗമണിൽ നിർമ്മിച്ചിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിലുള്ള പാലത്തിന്റെ നീളം 40 മീറ്ററാണ്. I loved it. It was truly amazing. I've heard wonders about this source on Facebook, and I thought I have to come to Callum myself. I'm from Brisbane, my good old Aussie, and I love this beautiful, amazing attraction. I recommend everyone at home to come and visit this. It's a once-in-a-lifetime opportunity. Kerala Vision News, Idukki.